നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരം ജംഷഡ്പൂർ FC വേഴ്സസ് ബാംഗ്ലൂർ FC മത്സരമായിരുന്നു. ആ മത്സരത്തിൽ സമനിലയിൽ മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ FC ആദ്യ പകുതിയിൽ തന്നെ ഇന്ത്യൻ താരമായ സുരേഷ് ഭാഗ്യത്തിലൂടെ 14-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടി മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യ പകുതി 1-0 എന്ന നിലയിൽ അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ ജംഷഡ്പൂർ FCയുടെ താരമായ ജാവിയർ സിവേരി ഒരു ഗോൾ നേടിക്കൊടുത്ത് മത്സരം സമനിലയിൽ അവസാനിപ്പിക്കുക തന്നെയായിരുന്നു. എന്തായാലും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ഇരു ടീമുകളും ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് പഞ്ചാബ് FC മത്സരമാണ് നേരിടാൻ പോകുന്നത്. ആ മത്സരത്തിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കാൻ ഒരു കൂട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയം നിറയുമെന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഡിയത്തിൽ ആൾക്കാർ കൂടുതൽ കാണും. എന്തായാലും 7:30 തൊട്ടാണ് മത്സരം. ലൈവായിട്ട് നിങ്ങൾക്ക് സൂര്യ മൂവീസിലൂടെയും അതേപോലെ തന്നെ സ്പോർട്സ് 8 എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് വിജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായ ഫെഡർ ഫസ്റ്റ് 11 ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കിടിലൻ ലൈനപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറക്കാൻ പോകുന്നത്. എന്തായാലും ഫെഡർ ഉൾപ്പെടുന്ന ഫസ്റ്റ് 11 തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണയുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ലൂണ ഇന്നത്തെ മത്സരത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. പക്ഷേ മത്സരത്തിൽ കളിക്കാനെന്ന് അല്ല എന്ന് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ താരം ഇന്ന് സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും അഡ്രിയാൻ ലൂണയെ കാണാൻ ആരാധകർ കട്ട കാത്തിരിപ്പ് തന്നെയാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഗൈസ്.